ഇന്ത്യയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന മനസാക്ഷിക്ക് നെഹ്റുവിന്റെ കൃതികൾ ഒരു ദിശാസൂചകം നൽകുന്നു. രാഹുൽ ഗാന്ധി. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ രചനകൾ വെറും ചരിത്രമല്ല, മറിച്ച് ഇന്ത്യയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന മനസാക്ഷിയുടെ രേഖയാണെന്നും രാജ്യത്തിന്റെ ജനാധിപത്യ യാത്ര മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും അദ്ദേഹത്തിന്റെ വാക്കുകൾ ശക്തമായ ഒരു കോമ്പസായി തുടരുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ജവഹർലാൽ നെഹ്റുവിന്റെ തിരഞ്ഞെടുത്ത കൃതികൾ എന്ന പുസ്തകത്തിന്റെ ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കുന്നതിനിടയിലാണ് രാഹുൽ ഗാന്ധിയുടെ ഈ പരാമർശം. ജവഹർലാൽ നെഹ്റുവിന്റെ തിരഞ്ഞെടുത്ത കൃതികൾ ഇപ്പോൾ ഓൺലൈനിൽ ലഭ്യമാണ്. 100 വാല്യങ്ങളുള്ള ഒരു മുഴുവൻ സെറ്റും ഇതിൽ ഉൾപ്പെടുന്നു. ഇതിൽ രാജ്യത്തിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട ഏകദേശം 35,000 രേഖകളും ഏകദേശം 3,000 ചിത്രീകരണങ്ങളും ഉൾപ്പെടുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ഈ വികസനത്തെ പ്രശംസിച്ചു. വസ്തുതകളാണ്, നിങ്ങളുടെ ഇഷ്ടങ്ങൾ കാരണം അവ അപ്രത്യക്ഷമാകില്ല. പണ്ഡിറ്റ് നെഹ്റുവിനെയും ഇന്ത്യക്കായി അദ്ദേഹം നേടിയ മഹത്തായ നേട്ടങ്ങളെയും കുറിച്ച് ബോധപൂർവമായ വളച്ചൊടിക്കലിൻ്റെയും തെറ്റായ വിവരണങ്ങളുടെയും ഒരു കാലഘട്ടത്തിൽ സത്യത്തിനും പിൻതലമുറയ്ക്കുമായി അദ്ദേഹത്തിൻ്റെ രചനകൾ ഡിജിറ്റലൈസ് ചെയ്യുന്നത് മൂല്യവത്താണെന്ന് ഖാർഗെ എക്സിൽ പറഞ്ഞു.